ഇടണേ. കോഴിക്കോട് പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. സഹോദരങ്ങളായ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ വിശപ്പടക്കുവാനായി എല്ലാവരുടെയും മുൻപിൽ കൈനീട്ടി യാചിക്കുകയാണ്. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട രണ്ട് അനാഥ ജന്മങ്ങൾ. സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ഇവർക്ക് ആരുമില്ല. അച്ഛൻ എവിടെയെന്നറിയില്ല. അമ്മയുണ്ട് അങ്ങ് സെൻട്രൽ ജയിലിൽ. ആ അമ്മയുടെ കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മളപ്പം മത്സരവേദിയിൽ പറയുന്നതും പൊതുവേദിയിൽ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ നല്ല കുട്ടികളെ കാണാൻ കഴിഞ്ഞു. അതായത് പഠനത്തിനൊപ്പം ഒരു സാമ്പത്തിക ഭദ്രതയും കൂടെ കണ്ടെത്തുകയാണ്. അവർ വെറുതെ ഇരിക്കുമല്ലോ, ഉള്ള സമയം പരിശീലനമാണ് അല്ലേ. ഇവരെല്ലാം കഥാപ്രസംഗ കലാകാരികളാണ്. അതിരാവിലെ തന്നെ ഇവർ പരിശീലനത്തിലാണ്. ക്ഷേത്രത്തിലൊക്കെ വിളിച്ചാൽ നിങ്ങൾ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോകും. അപ്പൊ ഇവരെല്ലാം കാഥികരാണ്. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം. ഞങ്ങൾ ഇവിടെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ആണ്. കഥാപ്രസംഗ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. റിഹേഴ്സൽ ആണ് നടക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കാരണം മത്സരവേദികളിലൂടെ കലോത്സവത്തിലൂടെ ഒക്കെ കഥാപ്രസംഗ രംഗത്ത് പൊതുവേദിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. വജ്രജൂബിലി ഫെലോഷിപ്പ് ഒക്കെ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കഥാപ്രസംഗം പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഥാപ്രസംഗ കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഈ പൊതുവേദിയിലേക്ക് എത്തിക്കണം. കാരണം നമ്മൾ ഈ കഥാപ്രസംഗം കഴിഞ്ഞ് പോയാൽ തന്നെ നമ്മുടെ ഒരു പിൻതലമുറ നമ്മളെ ഈ കലാരൂപത്തിൽ ഉണ്ടാവണമല്ലോ. ഇവരെല്ലാരും വിദ്യാർത്ഥികളാണ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇവരെല്ലാരും. പഠനത്തിനൊപ്പം ഇവര് പൊതുവേദിയിലേക്ക് ഇപ്പൊ കഥ അഭ്യസിച്ച് തുടങ്ങി. അപ്പൊ ഈ ഒരു ടീം തന്നെയാണ് അവതരിപ്പിക്കുക. അപ്പം നമ്മളിപ്പം ഞാൻ പൊതുവേദിയിൽ പറയുമ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഥകളായിരിക്കും അവതരിപ്പിക്കുക. അപ്പൊ ഇവരെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല രീതിയിൽ കഥ പറയും. സാമൂഹിക കഥകളൊക്കെ തന്നെ ഇവർ അവതരിപ്പിക്കും. ന്യൂജൻ കഥകളാണോ പറയുന്നത്? ന്യൂജൻ കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറൂബിന്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേ കഥ തന്നെയാണ് ഇവരും അവതരിപ്പിക്കുന്നത്. പരിചയപ്പെടുത്തിയാലോ? കഥ പറയുന്നത് ഭാമയാണ്. അവണീശ്വര APPM VHSS കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാരും. VHSC വിദ്യാർത്ഥിയാണ്. ആള് 2 തവണയും പ്രൈസ് വാങ്ങിയ ആളാണ്. പിന്നെ കീബോർഡ് വായിക്കുന്നത് നന്ദനുണ്ണി ഒരു ഫേമസ് കീബോർഡിസ്റ്റിന്റെ മകൻ കൂടിയാണ്. ആളുടെ തന്നെ കസിൻ ബ്രദർ ആണ് കാശി. ഫ്ലൂട്ടാണ് വായിക്കുന്നത്. തബല അഭിരാജും കൊല്ലത്താണ് വീട്. അഭിരാജും ഹയർ സെക്കൻഡറി ഇവരുടെ VHSC സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ടൈമിങ് ശ്രേയസും സംഗീത കുടുംബം തന്നെയാണ്. ഇവര് നല്ലൊരു ടീമാണ്. നമുക്ക് കഥ പറയുന്നതും ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ നല്ലൊരു ടീമാണ്. ഇവർ തമ്മിലും ഒരു കോർഡിനേഷനും ബോണ്ടിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അവര് പഠനത്തിനൊപ്പം ഉള്ള സമയം പരിശീലിപ്പിച്ച് എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താം എന്നുകൂടി നോക്കുകയാണ്. അഭിമാനമാണ് ശരിക്കും. കല പഠനത്തിന്റെ ഒരു പ്രശ്നമല്ല. നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ലെവൽ കൂടുക, നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂടുക, ഇതൊക്കെയാണ് കല നമുക്ക് സപ്പോർട്ടാണ് എപ്പോഴും. മാക്സിമം ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടാം തവണ സംസ്ഥാനത്ത് ഈ വർഷം തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തില് ഞങ്ങൾക്ക് നല്ലപോലെ അവതരിപ്പിക്കാൻ പറ്റി. ഞങ്ങളുടെ വൺ ഓഫ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ വർഷം. അതുപോലെ A ഗ്രേഡ് കിട്ടി. ജഡ്ജസിനൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഈ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വൺ ഓഫ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ മാനേജറാണ്, കണ്ണൻ സാർ എന്ന് പറയും, പത്മഗിരീഷ്. അതുപോലെ തന്നെ ഞങ്ങളെ ഈ ഒരു കഥാപ്രസംഗത്തിലോട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ അയച്ച വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് ടീച്ചറാണ് പാർവതി ശങ്കർ. അവളും ശ്രദ്ധിച്ചു. വഴിയരികിൽ തന്നെ നോക്കി നിൽക്കുന്ന വെളുത്ത് മെലിഞ്ഞ് സുമുഖനായ ആ ചെറുപ്പക്കാരനെ. ആദ്യമൊന്നും അവൾ മുഖം കൊടുത്തില്ല. അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ഒരു ദിവസം സലീം തന്റെ സർവ്വധൈര്യവും സംഭരിച്ച് തന്റെ ഇഷ്ടം സൈനബയെ അറിയിച്ചു. സൈനബ, നിനക്ക് എന്റെ ഇഷ്ടാണ്, പെരുത്തിഷ്ടാണ്. വേണ്ട, നിനക്ക് വലിയ ആൾക്കാരാ, എനിക്കിഷ്ടല്ല. സൈനബ, അന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സ്വത്തോ പൊന്നോ ഒന്നുമല്ല. നാളുകൾ കഴിയും തോറും അവളുടെ മനസ്സിലും പ്രണയമഴ പെയ്തു തുടങ്ങി.